ഹായ് കൂട്ടുകാരെ, എനിക്ക് ചോറിൻ്റെ കൂടെ ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ളതും എങ്കിൽ ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒട്ടും റെഡി ആവാത്തതുമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ അച്ചാറുകൾ. അത് മാങ്ങാച്ചാർ ആയിക്കോട്ടെ, നാരങ്ങ അച്ചാർ ആയിക്കോട്ടെ, ഇഞ്ചി അച്ചാർ പിന്നെ എനിക്ക് ഒട്ടും അറിയില്ല കേട്ടോ. പക്ഷേ അത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ റെഡി ആവാറില്ല. ഒന്നുകിൽ അത് പിറ്റേ ദിവസം തന്നെ പൂപ്പലടിച്ചിരിക്കുന്നത് കാണാം, അല്ലെങ്കിൽ അതെന്തെങ്കിലും കുഴപ്പം കാണും, നമ്മുടെ പൊടി കരിയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. എന്തായാലും നമുക്ക് ഇന്നലെ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ തുടങ്ങി അവൾ ഒന്നും കഴിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഈ മാങ്ങ അച്ചാറിട്ട് കൊടുക്കാം, അങ്ങനെ അവളെങ്കിലും ചോറ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വായി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ പുളിയൊന്നുമില്ല, നല്ല രുചിയുണ്ട് കഴിച്ചുകൊണ്ടിരിക്കാൻ. ഞാൻ വിചാരിച്ചത് ഇപ്പം തന്നെ ഞാൻ മുഴുവൻ കഴിച്ച് തീർക്കുമെന്ന്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഏത് തരം മാങ്ങയാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇന്നലെ ചേട്ടത്തി കൊണ്ട് തന്നതാണ്. ഞാൻ പിന്നെ അതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ട് ഇനി വെളുത്തുള്ളിയാണല്ലോ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം. വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കുന്നത് നല്ലതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് ഈ വെളുത്തുള്ളി ഇങ്ങനെ പൊളിച്ചെടുക്കുക. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി പൊളിച്ചെടുത്ത് നമ്മുടെ കടുവൊക്കെ പൊട്ടിച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നമ്മുടെ പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ കായപ്പൊടി അത് ചേർത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് പിന്നെ നമ്മുടെ ഉപ്പിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണല്ലോ നമ്മുടെ മാങ്ങ, അതും കൂടി തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കുക. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അതാ നമ്മുടെ മാങ്ങാച്ചാർ റെഡി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ബൈ.